ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാനാണ്. ഒരാൾക്ക് പക്കാ ഹൗസും ഒരാൾക്ക് കച്ചാ ഹൗസുമാണ് കേട്ടോ കിട്ടിയിരിക്കണത്. അത് നമ്പർ അനുസരിച്ചാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ രണ്ടാളെയും നമ്പറിൽ രണ്ടാളും രണ്ട് വിധമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ രണ്ടാൾക്കും രണ്ട് വിധമായി. അപ്പോൾ കച്ചാ ഹൗസിനാണ് ഈ ഓല കേട്ടോ മേയാൻ. അതിൻ്റെ മേലെ പിന്നെ തടുക്ക് മുടയുന്ന പോലെ മുടഞ്ഞങ്ങാണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിന് ഞാൻ കുറച്ച് പച്ച ഓല കൊണ്ടുവന്ന് പായൊക്കെ മുടയും. ഇപ്പോൾ പായ മുടയാണോ, പായ എന്താ ചെയ്യുക, പായ ഉണ്ടാക്കണ പോലെ അങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരോ നമ്മൾ പായ അങ്ങനെ ചവിട്ടിയൊക്കെ ഉണ്ടാക്കുമല്ലോ ഇങ്ങനെ, അതേപോലെ ഒന്ന് മേലെ ഒന്ന് താഴെ അങ്ങനെ ആക്കി മുടഞ്ഞെടുത്തേക്കാണ്. ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ല രസമുണ്ട് കാണാൻ. ഒന്ന് വെറൈറ്റി ആക്കി ഉണ്ടാക്കിയതാട്ടോ. പുല്ല് വെച്ചും ഒക്കെ ഉണ്ടാക്കാം. ചൂല് നമ്മൾ തൂക്കണ ചൂല് വെച്ചങ്ങാണ്ട് അതിൻ്റെ സംഭവം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തങ്ങാണ്ട് അങ്ങനെയും വേണമെങ്കിൽ ഉണ്ടാക്കാം, എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതൊരു വെറൈറ്റി ആയിക്കോട്ടെ ഇതിങ്ങനെയായിട്ട് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ അങ്ങനെ ഇത് മുടയണതാണ് ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത്. ഫസ്റ്റ് ഓല എടുത്തപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. മറവി മുമ്പിലാണ്, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഇച്ചിരി രണ്ടെണ്ണമൊക്കെ വെച്ചപ്പോഴാണ് ഓർമ്മയായത്. അതേപോലെ ഈ കാർഡ്ബോർഡൊക്കെ ശരിക്ക് 2-3-4 വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാനൊക്കെ ഓർമ്മയായത്. അങ്ങനെ വെച്ച് അതാണ് കേട്ടോ ഫസ്റ്റ് ഒന്നും കാണിച്ചാന്ന്. അപ്പം അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. കുട്ടികൾക്ക് EVS ആക്ടിവിറ്റിയാണ് ഇതൊക്കെ. അപ്പം നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് കാണാനും അത് ഓരോന്ന് ഓൾക്ക് വലിയതാകുമ്പോൾ അങ്ങനെ പണ്ടുണ്ടാക്കിയെന്നല്ലോ എന്നൊക്കെ ഓർക്കാനൊക്കെ ഒരു ഇതാകുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പം ഇങ്ങനെ ഞാൻ ഈ ഓല മൊത്തം 4 മൂലയാക്കിങ്ങാണ്ട് അങ്ങോട്ട് മുടഞ്ഞു. പിന്നെ അതവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോ ഇതിൻ്റെ ഉള്ളിലേക്ക് തിരുകി കൊടുത്തങ്ങാണ്ട് അങ്ങനെ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ കുട്ടികളല്ലേ, ഓലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിട്ടുങ്ങാണ്ടത് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പോന്നാകെ കൊളാവും കരുതി ഞാൻ 4 അരിവും പിന്നടിച്ചിരിക്കുകയാണ് കേട്ടോ. സ്റ്റാപ്ലെയർ പിന്നെ വിട്ടു പോരൂലല്ലോ, അങ്ങനെ അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഓരോന്നോരോന്ന് നമുക്ക് ഇങ്ങനെ മുടഞ്ഞെടുക്കാം. നല്ലോണം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നെ എന്താ വിടവൊന്നും കാണൂല. ഞാൻ കുറേയൊക്കെ അടുപ്പിച്ച്, പക്ഷേ ഒക്കെ കഴിഞ്ഞപ്പോൾ അതിന് ഇച്ചിരിയൊക്കെ വിടവുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല എന്നാലും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഇനി ആ ഭാഗവും ഈ ഭാഗവും കുറച്ചും കൂടി വെച്ചിട്ട് നമുക്കിത് വലിയതൊന്നും അല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ കണ്ടോ എത്രയാക്കി. ഇനി നമുക്കിതിൻ്റെ അരികൊക്കെ മടക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ടാണ് സ്റ്റാപ്ലെയർ അടിച്ചാൽ മതിയല്ലോ. ഈ താഴെ ഭാഗം കാട്ടിയ പോലെ 4 അരികും അതേപോലെ ആക്കിയിട്ടാണ് സ്റ്റാപ്ലെയർ അടിച്ചു കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരു ലൈക്കും തന്നോളി, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റും ഇട്ടോളി കേട്ടോ. ചെറിയ വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ വരുമ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. വലിയ പണിയൊന്നുമില്ലല്ലോ, അപ്പോൾ എളുപ്പമുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഇനി നമുക്കിത് അപ്പത്തിന് ഞാൻ കാർഡ്ബോർഡൊക്കെ വെച്ചിങ്ങാണ്ട് ഒട്ടിച്ചിക്കണ്. പിന്നെ തെർമോക്കോളും ഒക്കെ വെച്ച് ഒട്ടിച്ചിക്കണം കേട്ടോ. നമുക്ക് അതിന്മേത് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഞാൻ സ്റ്റാപ്ലെയർ അടിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പം ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഈ മുന്നിൽ വെച്ച ചെടികളൊക്കെ ഞാൻ പച്ച കളർ പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ്. അതേപോലെ തന്നെ മുടഞ്ഞൊരു ഡോറും ഉണ്ടാക്കിയിരിക്കണം. പിന്നെ ഒരു കിണറും വെച്ചു. അപ്പം അങ്ങനെ കച്ചാ ഹൗസ് അവിടെ റെഡി ആയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് പക്കാ ഹൗസാണ്. ഇതുമ്പോൾ പിന്നെ കുറച്ചൊക്കെ മോടിയും കൂടിയും പിടിപ്പിച്ചാൽ അത് ഞാൻ
വീഡിയോ എടുത്തതിന് ശേഷം പിന്നെയും കുറച്ചും കൂടിയൊക്കെ മോടി പിടിപ്പിച്ചു. ഇവന് ആൺകുട്ടിയും കൂടിയല്ലേ, അപ്പോൾ ഇവന് കാണുമ്പോൾ അതിന് വണ്ടി വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും കുറേ വെച്ചിരുന്നു കേട്ടോ. എന്നാലും എൻ്റെ സൂപ്പറായിക്കണ്. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പെട്ടെന്ന് വേണേനും അടുക്കളപ്പണി അതും ഇതൊക്കെ പാടെ തീർന്നിട്ട് പിന്നെ വീട്ടിൽ വെച്ചുണ്ടാക്കി നമുക്ക് അത് വീഡിയോ എടുത്ത് വിട്ട് കൊടുത്താൽ മതി. കൊണ്ടേ കൊടുക്കൊന്നും വേണ്ട. കുട്ടികൾ കൊണ്ടുവന്നിട്ട് കേട് വരുത്തിയിട്ടേ അവിടെ എത്തുമ്പോൾ അതിൻ്റെയൊക്കെ കോലങ്ങളൊക്കെ മാറിയിട്ട് മിസ് ഇങ്ങനെ ഫോട്ടോ എടുത്ത് വിടാൻ പറഞ്ഞിരിക്കുക കേട്ടോ. വീഡിയോ എടുത്തുങ്ങാണ്ട് അങ്ങനെ വിട്ടു കൊടുത്തിട്ടാണ്. അപ്പം അങ്ങനെ അപ്പോൾ രണ്ടാക്കും ഇവന് 2 നിലയൊക്കെ വേണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ആയത്. പിന്നെ അതിമ അഡ്ജസ്റ്റ് ചെയ്തു, അതിമ സമ്മതിച്ചും ചെയ്തു കേട്ടോ. ചിലപ്പോൾ കുറേയൊക്കെ അങ്ങനെ വേണം പറഞ്ഞ് വാശിയൊക്കെ പിടിച്ചു. പക്ഷേ അങ്ങനെ ആയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. ഇവൾക്ക് ഇനി ഇവള് പറയുന്നത് എന്താ ചോദിച്ചാൽ അടുത്തതിന് ഇച്ച് പക്കാ ഹൗസും നെബിലുവിന് പിന്നെ കച്ച ഹൗസും മതിയേന്ന് ആന്നും പറഞ്ഞിട്ടുണ്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. എല്ലാവരും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.